السلام عليكم ورحمة الله وبركاته. فبينما رسول الله صلى الله عليه وسلم نائم في تلك الليلة. ഇസ്രാഇന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറങ്ങുകയായിരുന്നു. ഇത് അതാവ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്നു. ഫശഖ സദ്റഹു, റസൂലുള്ളാഹി തങ്ങളുടെ നെഞ്ഞു കീറി. ഫഗസലഹു, ആ തങ്ങളുടെ ഹൃദയത്തെ കഴുകി. ബിമാഇ സംസമിൻ, സംസം വെള്ളമാണ്. സുമ്മ അത്ബഖഹു, പിന്നെ ആ ഓപ്പറേഷൻ ക്ലോസ് ചെയ്തു. സുമ്മ അർക്കബഹു അലൽ ബുറാക്കി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബുറാക്കിന്റെ മേലെ കയറ്റി യാത്ര ചെയ്തു. വഹുവ ദാബത്തുൻ അബീദുൻ, ബുറാക്ക് എന്ന് പറഞ്ഞാൽ വെളുത്ത മൃഗമാണ്, കാണാൻ നല്ല വെളുത്ത മൃഗമാണ്. ത്വവീലുൻ, നീണ്ടതാണ്. അത് കൈതനേക്കാൾ കുറച്ചും ഏരം കൂടിയതാണ്, തട്ടുകുതിരനേക്കാൾ ഏരം കുറഞ്ഞതാണ്. എന്നാൽ അതിൻ്റെ വിശേഷത എന്താണ്? അതിൻ്റെ കാലെടുത്ത് വെക്കുന്നത്, അതിൻ്റെ ദൃഷ്ടി ഏത് സ്ഥലത്തേക്കാണോ പതിയുന്നത് അവിടത്തേക്കാണ്. ഫഅതാബിഹി ജിബ്രീലു അലൈഹിസ്സലാം, അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു വാഹനമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നത്. അങ്ങനെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം ആ വാഹനത്തിൽ കയറ്റി, എന്നിട്ട് കൊണ്ടുപോയി ബൈത്തുൽ മഖ്ദസ് വരെ പോയി രാത്രി. വഖദ് റഅൽ ആയാത്തി ബൈന സമാഇ വൽ അർദി, അങ്ങനെ പോകുന്ന യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശഭൂമിൻ്റെ അടുക്കുള്ള ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടു. ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ് യാത്ര തുടർന്നത്. അങ്ങനെ പോയി ബൈത്തുൽ മഖ്ദസിലെത്തി. ഫറബത്തൽ ബുറാഖ ബിൽ ഹൽഖത്തില്ലത്തി യർബത്തു ബിഹൽ അംബിയാഉ, അംബിയാക്കന്മാരെ കെട്ടുന്ന, വാഹനങ്ങളെ കെട്ടുന്ന അതേ കണ്ണിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുടെ ബുറാഖിനെ കെട്ടി. വജദ ഫീഹി ഇബ്രാഹീമ വ മൂസ വ ഈസ ഫീ നഫറിൻ മിനൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം, പ്രഗൽഭരായ അംബിയാക്കന്മാരൊക്കെയും കണ്ടു റസൂലുള്ളാഹി തങ്ങൾ. അതിൽ അത്യുന്നതരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും മൂസാ നബി അലൈഹി സ്വലാമിനെയും ഈസാ നബി അലൈഹി സ്വലാമിനെയും അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടു ആ യാത്രയിൽ. ഫഅമ്മഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലാ ബിഹിം, ആ ബൈത്തുൽ മഖ്ദസ് എന്ന പള്ളിയിൽ അവർക്ക് എല്ലാവർക്കും ഇമാം എന്ന് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു. മറ്റൊരു കാര്യം പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക മുശ്രിക്കുകളോട് തൗഹീദുമായി അവരുടെ ചെന്നപ്പോൾ, ഓ മക്ക നിവാസികളെ, നിങ്ങൾ ബഹുദൈവാരാധനം ഒഴിവാക്കി അള്ളാഹുവിൻ്റെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു. ഓ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മാത്രമാണ് ഈ വാക്ക് പറയുന്നത്. ഏത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ബഹുദൈവാരാധന ഒഴിവാക്കണമെന്ന് പറയുന്നത് നീ മാത്രമാണ്. നിന്നെക്കാൾ മുമ്പ് കഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കന്മാരും അങ്ങനെ പറഞ്ഞിട്ടേയില്ല അവരുടെ സമുദായത്തോട്. അവർ അള്ളാഹുവിനെയും ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബഹുദൈവാരാധനയും ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മക്കാനിവാസികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല വഹിയിറക്കി കൊണ്ട് സംശയം തീർക്കുകയാണ്. എന്താണ്? നബിയെ വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിന അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യഅബദൂൻ. വസ്അൽ നബിയെ തങ്ങൾ ചോദിക്കുക, മൻ അർസൽനാ മിൻ ഖബലിക മിൻ റുസുലിന, തങ്ങൾക്ക് മുമ്പ് നമ്മൾ അയച്ച സർവ്വ മുർസലീങ്ങളോടും തങ്ങൾ ചോദിക്കുക, അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹത്തൻ യഅബദൂൻ, റഹ്മാനായ അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യ വസ്തുവിന് ആരാധിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് മുൻഗാമികളായ അമ്പിയാക്കന്മാരോട് തന്നെ നേരിട്ട് ചോദിക്കുക നബിയെ. മക്കാ നിവാസികൾ തങ്ങളോട് പറയുന്നത് മാത്രം ആധാരമാക്കരുത്, അവർ വെറും പൊള്ളത്തരമാണ് പറയുന്നത്. കഴിഞ്ഞുപോയ അമ്പിയാ മുർസലീങ്ങളോട് തന്നെ നേരിട്ട് തങ്ങൾ ചോദിക്കുക എന്ന് അള്ളാഹു ഖുർആനിൽ ആയത്തിറക്കിയിരുന്നു. അതിനൊരു സന്ദർഭമുണ്ടാക്കി കൊടുത്തു. ബൈത്തുൽ മഖ്ദസിലേക്ക് എത്തിയപ്പോൾ സർവ്വ അമ്പിയാ മുർസലീങ്ങളെയും ഹാജരാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിച്ചു. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ നിങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾ പ്രബോധകരായി വന്നപ്പോൾ നിങ്ങൾ അള്ളാഹുവിനും അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്കും ആരാധിക്കാൻ വേണ്ടി നിങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഏക സ്വരത്തിൽ സർവ്വ അമ്പിയാ മുർസലീങ്ങളും പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ്, വല്ലാഹി അള്ളാഹിനെ തന്നെ സത്യം, ഞങ്ങൾ അങ്ങനെ കൽപ്പിച്ചിട്ടേ ഇല്ല.
നമ്മൾ കൽപ്പിച്ചത് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ബഹുദൈവ ആരാധനമെല്ലാം ഒഴിവാക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സംശയം തീർക്കാൻ വേണ്ടി, താങ്കൾക്ക് സംശയമില്ല, എന്നാൽ മക്ക മുശ്രിക്കുകൾ പറയുന്നത് തീർത്തും തെറ്റാണ് എന്ന് വളരെയധികം സന്തോഷത്തോടെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ആ അമ്പിയാക്കന്മാരിൽ നിന്ന് തന്നെ അതിൻ്റെ സൃഷ്ടീകരണം എടുത്തത്. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. എന്താണ്? ഇന്ന് നമ്മുടെ ഇടയിൽ തർക്കമുള്ള സുന്നി ബിദഅത്തുകാരുടെ ഇടയ്ക്കുള്ള തർക്കമുള്ള വിഷയമാണ് ഇസ്തിഗാഥ ഷിർക്ക് എന്നാണ് സുന്നികൾ അല്ലാത്ത ആളുകളെല്ലാം പറയുന്നത്. സുന്നികൾ പറയുന്നത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോട് അള്ളാഹു അവർക്ക് നൽകിയ കഴിവുകൊണ്ട് അവരോട് സഹായ അഭ്യർത്ഥന നടത്താമെന്നാണ്. അതേസമയത്ത് അള്ളാഹു നൽകാത്ത അവർക്ക് സ്വന്തം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ചോദിച്ചാൽ അത് ഷിർക്കാകും. അത് സുന്നികളും പറയുന്നുണ്ട്. എന്നാൽ അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് അവർ നമ്മെ സഹായിക്കുന്നു എന്നല്ലാതെ സ്വന്തം കഴിവ് കൊണ്ടല്ല എന്ന ദൃഢവിശ്വാസം വെച്ച് ഒരു സുന്നിയായ ഒരാൾ ഒരു വലിയനോട് സഹായ അഭ്യർത്ഥന തേടിയാൽ തീർത്തും അത് ഷിർക്കല്ല. അത് വളരെ മഹ്മൂദായ നല്ലൊരു സ്തുത്യാർഹമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇസ്തിഗാസക്ക് തെളിവെന്താണ്? വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. യഥാർത്ഥത്തിൽ ഖുർആനിൽ തെളിവുണ്ടോ അതെങ്കിലും ഹദീസിൽ തെളിവുണ്ടോ എന്ന് തേടി നടക്കലല്ല ഈമാനുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തി. അവനിക്കറിയാം ഇന്ന് ഹദീസുകൾ ധാരാളം ലോകത്തുണ്ടായിട്ടുണ്ട്, പക്ഷേ ആ ഹദീസുകളെല്ലാം ഇന്ന് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് അവനക്കറിയാം. പരിശോധിച്ച് നോക്കിയാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 കൊല്ലങ്ങളിലുള്ള സർവ്വ പ്രവർത്തനങ്ങളും വാക്കുകളും അംഗീകാരങ്ങളും കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ പിന്നെ അതെല്ലാം നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. അതെല്ലാം പ്രഗത്ഭരായ മുത്തലഖ് മുജ്തഹിദീങ്ങളായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൽ കുഫി റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹാന്മാരായ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അവരുടെ ഹൃദയത്തിൽ ധാരാളം ഹദീസുകൾ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹദീസുകൾ അവർ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ആ മനഃപ്പാടമാക്കിയതിൻ്റെ കുറഞ്ഞ അംശങ്ങൾ മാത്രമാണ് ഇന്ന് കിതാബുകളെല്ലാം കാണുന്നത്. എന്നാൽ ആ മനഃപ്പാടമാക്കിയ ഹദീസിൻ്റെ ആധാരത്തിലാണ് അവർ ഇവിടെ കർമ്മശാസ്ത്രത്തിൽ നമുക്ക് ഓരോ നിയമങ്ങൾ പറയുന്നത്. അപ്പോൾ ഇസ്തിഗാസക്ക് തെളിവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾക്ക് സ്പഷ്ടമായിട്ട് ഈ കാര്യം പറയാം. പക്ഷേ ഏതായാലും തെളിവ് അതിൻ്റെ പിന്നിൽ ഉണ്ട്. ആ ഇസ്തിഗാസക്കുള്ള തെളിവാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക മിർ റുസുലിന അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യഅ്ബുദൂൻ. നബിയെ തങ്ങൾ ചോദിക്കുക എന്ന ഈ ലോകത്ത് നമ്മളൊന്ന് ചിന്തിച്ചാൽ സഹായം തേടുക എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് നമുക്ക് ഒരു സഹായം ഉണ്ടാവാൻ, നമ്മളെ ആവശ്യം തീർന്നു കിട്ടാൻ വേണ്ടി, നമ്മുടെ കഷ്ടങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നു. എന്നാൽ ആ സഹായം ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പിലുള്ള സഹായം ഏതാണ്? അറിവിൻ്റെ സഹായമാണ്. അറിവിനേക്കാൾ വലിയ ഒരു സാധനം ലോകത്തില്ല. അപ്പോൾ അറിവ് തേടുക എന്നത് ഏറ്റവും വലിയ സഹായമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി തങ്ങളോട് അള്ളാഹു പറഞ്ഞു വസ്അൽ, നബിയെ തങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾ അറിവ് നേടുക. ആരോട്? മൻ അർസൽനാ മിൻ ഖബലിക മിർ റുസുലിനാ, നിങ്ങൾക്ക് മുൻഗാമികളായ നമ്മൾ അയച്ച അമ്പിയാക്കന്മാരോട്. അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. അപ്പോൾ മരണാനന്തരം അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരോട് സഹായം തേടാം എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക എന്ന ആയത്ത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചോദിക്കുകയും അവർ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ചോദിക്കുന്നത് ഷിർക്കല്ല എന്നും ചോദിച്ചാൽ സഹായിക്കുന്നതും ഷിർക്കല്ല എന്നും അവർക്കറിയാം. കാരണം ആ സഹായവും കൂടി ചോദിക്കുന്നത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് അവർ സഹായിക്കുന്നത് എന്ന വിശ്വാസത്തിലല്ലേ ചോദിക്കുന്നത്. ഈ ഒരു കാര്യവും കൂടി അതിൽ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് എത്തി. അവിടെ അവർക്ക് ഇമാമായി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഫജാഅഹു ജിബ്രീലു അലൈഹിസ്സലാം ബി ഇനാഇൻ മിൻ ഖംറിൻ വ ഇനാഇൻ മിൻ ലബനിൻ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് വന്നു. ബി ഇനാഇൻ മിൻ ഖംറിൻ,
കള്ളിൻ്റെ ഒരു പാത്രവുമായിട്ട്, അതായത് ഒരു പാത്രം കള്ളും ഇനാമിൻ ലബനും ഒരു പാത്രം പാലുമായിട്ട് വന്നു. ഫഖ്താറൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ലബന. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിനെയാണ് തിരഞ്ഞെടുത്തത്, കള്ളിനെ ഒഴിവാക്കി. ഇതിൽ വ്യക്തമായി നമുക്കൊരു സന്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലിനെ എന്തിന് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, പാലും കള്ളുമായിട്ട് എത്ര വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞാൽ, കള്ള് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിന് തളർത്തുന്ന സാധനമാണ്, മനുഷ്യൻ്റെ ബുദ്ധിയെ തളർത്തുന്ന സാധനമാണ്. ഒരു ദൗർബല്യ സമയത്ത് അവൻ്റെ ബുദ്ധി നഷ്ടപ്പെടുത്തി അവനെ ഭ്രാന്തനായിട്ട് വരെ ആക്കുന്ന ഒരു സാധനമാണ് കള്ള്. എന്നാൽ പാല് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിന് നല്ല പുഷ്ടിയും ആരോഗ്യവും ബുദ്ധിക്ക് നല്ല വികസനവും നൽകുന്ന ഒരു സാധനമാണ് പാല്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്ത ഒരു ദൗത്യം, അത് ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ്. എന്നല്ലാതെ ബുദ്ധിമന്ദനായ അല്ലെങ്കിൽ തളർന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ബുദ്ധിഭ്രാന്തനായ ഒരു വ്യക്തി തിരഞ്ഞെടുക്കേണ്ട ഒരു ദൗത്യമല്ല റസൂലുള്ളാഹി തങ്ങൾ തിരഞ്ഞെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്രത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഫിത്രത്താണ് തിരഞ്ഞെടുത്തത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയാണ് ഏറ്റെടുത്തത്. അത് നിർവഹിക്കുന്നവൻ നല്ല ബുദ്ധിയും ബോധവുമുള്ളവനായിരിക്കണം എന്ന അർത്ഥത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ള് ഒഴിവാക്കി. കള്ള് എൻ്റെ സമുദായത്തിന് വേണ്ട. കാരണം കള്ള് കുടിച്ചാൽ അവനിക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ക്രമം പോലെ അനുഷ്ഠിക്കാൻ കഴിയില്ല. പാല് കുടിച്ചാൽ അങ്ങനെയല്ല. പാല് കുടിച്ചാൽ പാലിൽ A to Z വിറ്റമിൻസ് ഉണ്ട്. പച്ചക്കറികൾ തിന്നുന്നതിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ തിന്നുന്നതിലും ഏതെല്ലാം ഫ്രൂട്ട്സിൽ എന്തെല്ലാം വിറ്റമിൻസ് ഉണ്ടോ അതെല്ലാം ഒരു ഗ്ലാസ് പാലിൽ നിറഞ്ഞിട്ടുണ്ട്. ആ പാല് കുടിച്ചാൽ അവൻ്റെ ശരീരത്തിന് ആരോഗ്യം വർദ്ധിക്കുകയാണ്, ബുദ്ധിക്ക് നല്ല മൂർച്ച കൂടുകയും വിശാലത കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുത്തത് പാലിനെയാണ്. ആ സമയത്ത് ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഫഖ്തർതൽ ഫിത്ര, നബിയെ നല്ല ഒരു ഫിത്രത്തിനെയാണ് തങ്ങൾ തിരഞ്ഞെടുത്തത്. അതായത് തങ്ങളെ അള്ളാഹു ഏൽപ്പിക്കുന്ന ദൗത്യം ഉണ്ടല്ലോ, ഏൽപ്പിച്ച ദൗത്യം അത് നിർവഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ശരീരത്തെ മാറ്റിക്കളയുന്ന ഒരു സാധനമാണ് തങ്ങൾ തിരഞ്ഞെടുത്തത്, പാല്. അങ്ങനെ ആവാം, അതല്ലെങ്കിൽ തങ്ങൾ തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ ദീനെയാണ് എന്നുമാവാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ നടന്ന ഈ ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത് ഇനി ഇസ്രാ കഴിഞ്ഞ് അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ഥലത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കയറാനുണ്ട്. മിഅ്റാജ് എന്നാണ് അതിന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. അള്ളാഹു നമുക്ക് ഈ കേട്ടതിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ഉപകാരപ്പെടുന്ന വിഷയങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.